ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബോറടിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന നിർത്ത്. ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 2017 പുറത്തിറങ്ങിയ ദ ബോസ് ബേബി എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവി ഉപയോഗിച്ചാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത് 2 സെക്ഷനായിട്ടാണ്. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ഓരോ വേർഡിൻ്റെയും ആ സെൻറ്റൻസ് മുഴുവനായിട്ടും അർത്ഥം പറയുന്നതാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ഇതേ ക്ലിപ്പ് തന്നെ നിങ്ങളെ കാണിക്കും. പക്ഷേ അതിൽ സബ് ടൈറ്റിൽസ് ഒന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ ആ വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന എല്ലാ വേർഡിൻ്റെ മീനിങ്ങും പിന്നെ ലിസൺ സ്കില്ലും അവരെന്താണ് പറയുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. Mommy's little cutie. It's Mommy's little cutie. നോ. ഹു ഈസ് മമ്മീസ് ലിറ്റിൽ ക്യൂട്ടി? ഹു ഈസ് ആരാണ് മമ്മിയുടെ ലിറ്റിൽ ക്യൂട്ടി? ലിറ്റിൽ ക്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കരമുത്ത എന്ന് വിളിക്കൂലേ, കൊച്ചു വാവ എന്ന് വിളിക്കൂലേ, ആ അർത്ഥത്തിലാണ്. ആരാണ് ലിറ്റിൽ ക്യൂട്ടി? അറിയോ? നീയാണോ മമ്മിയുടെ ലിറ്റിൽ ക്യൂട്ടി? നീയാണോ മമ്മിയുടെ ലിറ്റിൽ ക്യൂട്ടി? നോ, ഹി ഈസ് ഡാഡീസ് ലിറ്റിൽ ടഫ് ഗായ്. നോ, ഹി ഈസ് അവനാണ് ഡാഡിയുടെ ലിറ്റിൽ ടഫ് ഗായ്, കൊച്ചുമിടുക്കനാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വൺ ഓഫ് അസ് നമ്മളിൽ നിന്ന് ഒരാൾ ഹാസ് ടു ഗോ പോകേണ്ടതുണ്ട് വിത്ത് മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ കൂടെ. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. എവിടേക്ക്? ടു ദ പെറ്റ് കൺവെൻഷൻ. അതായത് ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു പരിപാടിയുണ്ട്, അങ്ങോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. എവിടെയാണ്? ഇൻ വഗാസിൽ. വാട്ട്, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താണ്. അതായത് ഇത് ഈ സംഭാഷണങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രേസാണ് വാട്ട് എന്നുള്ളത്. യു ഷുഡ് ഗോ, നിങ്ങൾ പോകണം. നോ, യു ഷുഡ് ഗോ, നീ പോകണം. വെൽ, യു നീഡ് എ ബ്രേക്ക്, നിങ്ങൾക്കൊരു ബ്രേക്ക്, ഒരു ഇടവേള ആവശ്യമാണ്. ഐ വിൽ സ്റ്റേ വിത്ത് ദ ബേബി, ഞാൻ ബേബിയോടെ കൂടെ നിൽക്കാം. ഐ വിൽ സ്റ്റേ, ഞാൻ താമസിക്കാം. വിത്ത് ദ ബേബി, ബേബിയോട് കൂടെ. മേ ബി ദ ബേബി ഷുഡ് ഡിസൈഡ്, ഒരു പക്ഷെ അത് കുട്ടി തീരുമാനിച്ചോട്ടെ എന്ന് പറയുകയാണ്. ഈ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അത് കുട്ടിക്ക് നൽകുകയാണ്. അതായത് ഹു ഡു യു വാണ്ട് ടു സ്റ്റേ വിത്ത് യു? ഹു ഡു യു വാണ്ട്, നിനക്ക് ആരെയാണ് വേണ്ടത്? ടു സ്റ്റേ, താമസിക്കാൻ. വിത്ത് യു, നിൻ്റെ കൂടെ താമസിക്കാൻ നിനക്ക് ആരെയാണ് വേണ്ടത് എന്നർത്ഥം. ഡാഡി ഓർ മമ്മി, ഡാഡിയാണോ മമ്മിയാണോ? ഓർ ഡാഡി? ഷുവർ, തീർച്ചയായിട്ടും. അബൌട്ട് വാട്ട്, എന്തിനെ കുറിച്ച്? ബഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഈ ബഡ്ഡി എന്നൊക്കെ പറയില്ലേ, കൂട്ടുകാരൻ എന്നർത്ഥത്തിൽ, അതൊന്ന് ചുരുക്കിയതാണ്, ബഡ് എന്നാക്കിയതാണ്. എബൌട്ട് ദ BABEE, അത് ആ കുട്ടിക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്ഷരമാക്കി പറയുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ് വൈ എന്നാണെന്ന് പറയുകയാണ്. അതാണ് എന്നൊക്കെ അർത്ഥം. അതായത് കെയിം ഔട്ട് ഓഫ് നോ വെയർ എന്നുള്ളത് ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം വരുന്ന അപ്രതീക്ഷിതമായി വരിക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പൊട്ടിമുളച്ച് വരിക എന്നൊക്കെയാണ് അർത്ഥം. വി ഡോണ്ട് ഈവൻ നോ ഹിം, നമുക്കവനെ അറിയ പോലുമില്ല. വി ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. വി ഡോണ്ട് ഈവൻ നോ എന്ന് പറഞ്ഞാൽ അറിയ പോലുമില്ല. ഹിം, അവനെ, നമുക്കവനെ അറിയ പോലുമില്ല. ഹൗ കാൻ വി ട്രസ്റ്റ് ഹിം, നമുക്ക് എങ്ങനെ അവനെ വിശ്വസിക്കാൻ കഴിയും? കമോൺ എന്ന് പറഞ്ഞാൽ അത് പോട്ടെ, അല്ലെങ്കിൽ അത് ഒഴിവാക്കി വിട്, അത് കള എന്നർത്ഥത്തിലാണ്, അല്ലാതെ വരൂ എന്നർത്ഥത്തിലല്ല കേട്ടോ. കമോൺ, അത് വിടാ. ഹി ഈസ് എ ജസ്റ്റ് ബേബി, അവനൊരു കൊച്ചു കുഞ്ഞല്ലേ, അവനൊരു കൊച്ചു കുഞ്ഞ് മാത്രമാണ് എന്നർത്ഥത്തിൽ. ദെയർ ഈസ് സംതിങ് വിയർഡ് അബൌട്ട് ദിസ് ഗായ്. ഐ ആം ദ ഓൺലി, ഞാൻ മാത്രമാണ്. ഐ ആം ദ ഓൺലി വൺ, ഞാൻ മാത്രമാണ്. തിങ്സ്, ചിന്തിക്കുന്നത്. ഐ ആം ദ ഓൺലി വൺ, ഞാൻ മാത്രമാണ്. ദാറ്റ് തിങ്സ്, ചിന്തിക്കുന്നത്. ദെയർ ഈസ് സംതിങ് വിയർഡ് അബൌട്ട് ദിസ് ഗായ്, ഈ ഗായ്ക്ക് എന്തോ ഒരു പന്തികേടുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു വിചിത്രത, എന്തോ ഒരു പന്തികേടുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഞാൻ മാത്രമാണോ? ലുക്ക് അറ്റ് ഹിം, നിങ്ങൾ അവനെ നോക്ക്. ഹി വിയർസ് എ സ്യൂട്ട്, അവനൊരു സ്യൂട്ട് ധരിച്ചിരിക്കുന്നു. ഐ നോ, ഈസിൻ്റ് ഇറ്റ് ക്യൂട്ട്, എനിക്കറിയാം അത് ക്യൂട്ടല്ലേ. ഹി ഈസ് ലൈക്ക് എ ലിറ്റിൽ മാൻ, അവനൊരു കൊച്ചു മനുഷ്യനെ പോലെയുണ്ട്. അവന് ഗുഡ് കേസ് അവൻ്റെ കയ്യിലുണ്ടെന്ന്. അതായത് ബ്രീഫ് കേസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് കേസ് എന്നൊക്കെ പറയില്ലേ, കയ്യിലൊരു പെട്ടി, ആ പെട്ടിക്കാണ് ബ്രീഫ് കേസ് എന്ന് പറയുന്നത്. ഡസ് നോ എൽസ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ്, അതായത് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നർത്ഥത്തിൽ, ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അടോണോ എനിക്കറിയണ്ട. ലിറ്റിൽ ഫ്രീക്കി, എന്നാലും ഒരു ചെറിയൊരു ഭയം. വെൽ, യു ക്യാരിഡ് എ ലാം അറൗണ്ട് ആൻറ്റിൽ യു വെയർ ലേക്കിന് ശേഷം 5 or 6 എന്തെങ്കിലും കൂടി കൊടുക്കുക, അതായത് ആ വയസ്സ് വരെ. വെൽ, യു ക്യാരിഡ്, നീയും ചുമന്നിരുന്നു. ലാം എന്ന് പറഞ്ഞ ഒരു പാകുട്ടിയാണ്. അറൗണ്ട് അൺടിൽ യു വെയർ 5 കൂട്ടി കൊടുക്കല്ലേ, 5. നിനക്കൊരു 5 വയസ്സാകുന്നവരെ നീയും ലാം ചുമന്നിരുന്നല്ലോ.
ദിസ് ഈസ് നോട്ട് അബൌട്ട് ലാം ലാം. ഇത് ലാം ലാമിനെ കുറിച്ചല്ല പറയുന്നത്. സ്പെഷ്യൽ, ഓരോരുത്തരും സ്പെഷ്യലാണ്. ഹീസ് ടേക്കിംഗ് ഓവർ ദ ഹോൾ ഹൗസ്. അവൻ ഈ വീട് മുഴുവൻ ഭരിക്കാൻ പോവുകയാണ്. ടേക്കിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുക എന്നല്ല, അതായത് ഈ വീട് മുഴുവൻ കീഴെടുക്കാൻ പോവുകയാണെന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അമ്മ കൊഞ്ചിച്ചുകൊണ്ട് പറയാണ്, കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ട് പറയാണ്, ആർ യു ടേക്കിംഗ് ഓവർ ദ ഹൗസ്? നീ ഈ വീട് മുഴുവൻ എടുക്കാൻ പോവുകയാണോ? നീ ഈ വീട് മുഴുവൻ എടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. യെസ് യു ആർ. അത് കരഞ്ഞപ്പോൾ, കുട്ടി കരഞ്ഞപ്പോൾ, നീ തന്നെ നീ അതെടുക്കാൻ പോവുകയാണ് എന്നർത്ഥത്തിൽ പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അവിടെ നിങ്ങൾക്ക് സബ് ടൈറ്റിൽസ് ഒന്നും കാണുകയില്ല, ജസ്റ്റ് ആ വീഡിയോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നും ഇതിൻ്റെ അർത്ഥവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ